ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. സോ കുറെ ഞാനൊരു റുപ്പേ ക്രെഡിറ്റ് കാർഡ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ നമുക്ക് UPI ആപ്ലിക്കേഷൻസ്, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ എല്ലാ ആപ്ലിക്കേഷൻസിലും റുപ്പേ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്ന പോലെ ലിങ്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള പേയ്മെന്റ്സ് ചെയ്യാനും പറ്റുന്ന ഒരു ഓപ്ഷൻ നിലവിൽ വന്നിട്ടുണ്ട്. സോ ഒരു റുപ്പേ കാർഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിന് പകരം ഈ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്ത് നമ്മളുടെ എല്ലാ ഇടപാടുകളും നടത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലെ സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലീൻ ആയിരിക്കും അല്ലെ. നമ്മൾ ഈ 5 രൂപ 10 രൂപയുടെ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തി ഇപ്പം ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോയാൽ തന്നെ ഒരു 2 ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു 4-5 പേജ് സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്. സോ അതൊക്കെ ഒഴിവാക്കാനും പറ്റും. പിന്നീട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തൽക്കാലത്തേക്ക് പൈസ എടുക്കേണ്ട ഒരു ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും എന്നുള്ള സൗകര്യം ഇതിനുണ്ട്. അപ്പം എന്തുകൊണ്ടും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കുറെ വിചാരിക്കുന്നു. സോ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ കുറെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ നോക്കി. പക്ഷേ ഞാൻ റീസെന്റ് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ റുപ്പേ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് അറിയാനിടയായി. അങ്ങനെ ഇൻഡസിന്റെ വെബ്സൈറ്റിൽ വന്നിട്ട് ഈ ക്രെഡിറ്റ് കാർഡിന് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പോവാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ വെബ്സൈറ്റ് ആയ www.indusInd.com ഞാൻ വന്നിരിക്കുകയാണ്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷന്റെ അടിയിലായിട്ട് ക്രെഡിറ്റ് കാർഡ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ ഇത് ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ പേജിലേക്കാണ് പോകുന്നത്. ഇൻഡസ്ഇൻഡ് easycredit.indus.com എന്നുള്ള ഒരു വെബ് പേജിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും ഇൻഡസ്ഇൻഡ് റുപ്പേ കാർഡിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓരോ 100 രൂപ ചെലവഴിക്കുമ്പോഴും നമുക്ക് 2 റിവാർഡ് പോയിന്റ്സ് ഉണ്ട്. അതുപോലെ ജോയിനിങ് ആനുവൽ ഫീസും ഇല്ല എന്നുള്ളതാണ് ഈ കാർഡിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. സോ നമ്മൾ മറ്റുള്ള ക്രെഡിറ്റ് കാർഡുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ ജോയിൻ ഫീസ് ഉണ്ടാവും, അതല്ലെങ്കിൽ ആനുവൽ ഫീസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇൻഡസ്ഇൻഡ് ബാങ്ക് പറയുന്നത് ആനുവൽ ഫീസോ അല്ലെങ്കിൽ ജോയിൻ ഫീസോ ലൈഫ് ടൈം ആയിട്ട് 0 ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് UPI ആയിട്ട് ലിങ്ക് ചെയ്ത് ഷോപ്പ് ചെയ്യാം, സ്കാൻ ചെയ്യാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കാർഡിന്റെ മറ്റൊരു പ്രത്യേകത. സോ ഇവിടെ വലതുവശത്തായിട്ട് ഒരു ആപ്ലിക്കേഷൻ ബോക്സ് ആണ്. അതിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് പാൻ നമ്പർ ആണ്, പിന്നീട് മൊബൈൽ നമ്പർ, പിന്നീട് ഇമെയിൽ ID, പിന്നെ കറന്റ് പിൻകോഡ്. സോ നമുക്ക് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് അമർത്തുക. ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്തതിനു ശേഷം വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം പുതിയൊരു വെബ് പേജ് വന്നിരിക്കും. ഇതിൽ നിന്ന് നിങ്ങളുടെ പാൻ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായി ക്യാപ്ചർ ആയിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങളുടെ പാൻ പ്രകാരമുള്ള പേര് കാണാൻ കഴിയുന്നതാണ്, നാഷണാലിറ്റി കാണാം. പിന്നീട് നമ്മൾ ജെൻഡർ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് എംപ്ലോയ്മെന്റ് ടൈപ്പ് കൊടുക്കുക. തുടർന്ന് നമ്മളുടെ സാലറി റേഞ്ച് ആണ് കൊടുക്കേണ്ടത്, മന്ത്ലി ഇൻകം എത്രയാന്നുള്ളത് കൊടുക്കുക. തുടർന്ന് താഴെയുള്ള ചെക്ക് ബോക്സ് ഐ ഓതറൈസ് എന്നുള്ള ഓപ്ഷൻ കാണാം, അത് ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഒരു പുതിയ പേജ് വരുന്നതാണ്. അവിടെ നമ്മൾ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. സോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആധാറിൽ നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയിരിക്കണം. കാരണം ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഗെറ്റ് OTP ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ആധാർ ലിങ്കിലായിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് OTP വരുന്നത്. സോ അത് കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ആധാർ നമ്പർ അടിച്ചതിന് ശേഷം ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്ത് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആധാറിലെ അഡ്രസ്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അത് നമ്മൾ കൺഫേം ചെയ്യേണ്ടതാണ്. സോ ഇത് തന്നെയാണ് നമ്മുടെ കറണ്ട് അഡ്രസ്സ് എങ്കിൽ നമ്മൾ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഞാനിവിടെ നോ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ കറണ്ട് അഡ്രസ്സ് എന്താണെന്നുള്ളത് വന്നിരിക്കുന്ന പേജിൽ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ്. അടുത്തത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. അതായത് സ്ഥാപനത്തിന്റെ പേര്, അത് പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ തുടങ്ങിയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അഡ്രസ് ഡീറ്റെയിൽസ്, അതുപോലെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇമെയിൽ ID അത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ID തന്നെ അവിടെയും കൊടുക്കാവുന്നതാണ്. തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് അവരൊരു OTP സെൻഡ് ചെയ്യുന്നതായിരിക്കും. ആ OTP തിരിച്ച് സ്ക്രീനിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. തുടർന്ന് സബ്മിറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഇൻഡസ്ഇൻഡ് ക്രെഡിറ്റ് കാർഡുകളുടെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാവുന്നതാണ്. വിസ, മാസ്റ്റർ, റുപ്പേ എല്ലാ വേരിയന്റിലുള്ള കാർഡുകളും ചിലപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇവിടെ നമുക്ക് വേണ്ടത് റുപ്പേ കാർഡ് ആയതുകൊണ്ട് തന്നെ റുപ്പേ കാർഡാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല എല്ലാ കാർഡിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് അവിടെ സ്ക്രീനിൽ കാണാം. അത് നോക്കി നിങ്ങൾക്ക് വേണ്ട കാർഡ് ഏതാണെന്നുള്ളത് അവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ റുപ്പേ പ്ലാറ്റിനം കാർഡ് ഇവിടെ സെലക്ട് ചെയ്തു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കാണിക്കുന്നുണ്ട്, ഓഫർ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. സോ ഇനി അത് കിട്ടാൻ വേണ്ടി അവിടെ ഗെറ്റ് നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ആ ഗെറ്റ് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിലേക്ക് പോകുന്നതാണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് നമുക്ക് കാർഡിൽ എന്താണ് പേര് വരേണ്ടത് എന്നുള്ളത് കൊടുക്കാം.
അതുപോലെ തന്നെ നമ്മൾ മാരീഡ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. മാരീഡ് ആണെങ്കിൽ വൈഫിന്റെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. അതുപോലെ ആഡ് ഓൺ കാർഡിനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ അതിവിടെ നോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. തുടർന്ന് നമുക്ക് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഏതൊക്കെ തരം ട്രാൻസാക്ഷനുകൾ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് വേണം എന്നുള്ളത് ഇവിടുന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. പൊതുവെ നമുക്ക് എല്ലാം തന്നെ ടിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വൺസ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡൊമസ്റ്റിക് ആണെങ്കിൽ നമുക്ക് POS സ്വൈപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം, ഇ-കൊമേഴ്സ് വേണം, കോൺടാക്ട്ലെസ് കാർഡ് ആയിരിക്കണം, ഓൾ സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആണെങ്കിൽ ഏതൊക്കെ ഫെസിലിറ്റീസ് വേണം, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം താഴെ ബൈ സബ്മിറ്റിംഗ് OTP ഐ ആക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മളുടെ വെരിഫിക്കേഷൻ ആയിട്ട് വീണ്ടും ഒരു OTP കൂടി നമ്മുടെ മൊബൈലിലേക്ക് അയക്കുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് സബ്മിറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മുടെ വീഡിയോ KYCയിലേക്കുള്ള ലിങ്ക് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രൊസീഡ് യുവർ VKYC എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിന് മുന്നേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വിശദമായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ KYC തുടങ്ങുന്നതിന് മുന്നായിട്ട് ഒരു പെന്ന്, പേപ്പർ, അതുപോലെ തന്നെ നമ്മളുടെ ഫിസിക്കലായിട്ട് ആധാർ കാർഡിന്റെ ഒറിജിനൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ നല്ല ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഏരിയ ആയിരിക്കണം. ഫോണിലാണെങ്കിൽ അല്ലെങ്കിൽ ടാബിലാണെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ആക്കിയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് വേണം. പിന്നെ ക്യാമറ ഉണ്ടാവണം എന്നുള്ളത് ബൈ ഡിഫോൾട്ട് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് VKYC സ്റ്റാർട്ട് ചെയ്യാം. സോ അതിനായി വീണ്ടും പ്രൊസീഡ് ഫോർ വീഡിയോ KYC എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ വീഡിയോ KYC ഏജന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന കാണാം. നമ്മൾ ചില സമയത്ത് കുറച്ചു നേരം അധികം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതാണ്. ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ മൈക്രോഫോണിന്റെ യൂസേജ് അലോ കൊടുക്കണം, ക്യാമറ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം. ഇത്തരം പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്. അവിടെ നമ്മുടെ വീഡിയോ KYC ഏജന്റ് ആ സ്ക്രീനിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. സോ വീഡിയോ KYC തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കറണ്ട് ലൊക്കേഷൻ അവർ ക്യാപ്ചർ ചെയ്യുന്നതാണ്. അതുകൂടാതെ നമ്മളോട് നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള പാൻ കാർഡ് കാണിക്കാൻ പറയുന്നതാണ്. തുടർന്ന് ഒരു വൈറ്റ് പേപ്പറിൽ നമ്മളോട് സൈൻ ചെയ്ത് അതും സ്ക്രീനിൽ കാണിക്കാൻ പറയുന്നതാണ്. പിന്നീട് നമ്മൾ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മളോട് ചോദിക്കുന്നതാണ്. അതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ കറണ്ട് അഡ്രസ്സും അതുപോലെ തന്നെ ആധാർ അഡ്രസ്സും ഡിഫറെൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ റീസൺ അവർ ചോദിക്കാവുന്നതാണ്. അതിനുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് അവർ ഈ ഒരു വീഡിയോ KYC വഴി ചെയ്യുക. സോ ഇവിടെ വീഡിയോ KYC നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വീഡിയോ KYC നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കൂടെ മറ്റാരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെന്ന് ഏജന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു കോള് വീഡിയോ KYC ഫെയിലിയർ ആവുന്നതാണ്. സോ അതുകൊണ്ട് അത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ട കേസാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുന്നതോടുകൂടി വീഡിയോ KYC കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള മെസ്സേജ് നമുക്ക് വരുന്നതാണ്. എല്ലാ വീഡിയോ KYC പോലെ വീഡിയോ KYCക്ക് ശേഷം മറ്റുള്ള കാർഡ് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നതല്ല. വിതിൻ 7 ഡേയ്സിനുള്ളിൽ കാർഡ് നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അഡ്രസ്സിലേക്ക് അയക്കുകയാണ് ചെയ്യുക. സോ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടതാണ് കാർഡിന്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഒരു ഇന്ത്യൻ ബാങ്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതൊരു ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. സോ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.